നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നൊരു സെൽഫി. അതായിരുന്നു എന്റെ ആഗ്രഹം. നിന്റെ ഈ ഒടുക്കത്തെ ആഗ്രഹം കാരണം ഒരു പരിപാടി നടക്കാത്തത്. നീ എന്തിനാണ് ലോട്ടറി അടിച്ചത് എനിക്കാന്ന് പറഞ്ഞത്? പിന്നെ ബാങ്കിൽ രാവിലെ കൊണ്ട് നീ കൊണ്ടേ സബ്മിറ്റ് ചെയ്യോ ലോട്ടറി? എടാ നാളെ നേരം വിളിക്കുന്ന പോലെ കടക്കാരന്റെ വീടിന് മുമ്പ് ക്യൂ ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ആ ലോട്ടറി തിരിച്ചു പിടിക്കണം. എങ്ങനെ? എടാ ആ ലോട്ടറി അടിച്ചത് അവൻ അറിഞ്ഞിട്ടുണ്ടാവൂല. അവൻ ആ ലോട്ടറി കൊണ്ട് നേപ്പാളിൽ പോയിട്ടൊരു കാര്യമില്ല. അതവിടെ മാറ്റാനും പറ്റൂല. ഇല്ലേ? അതാണ് പറഞ്ഞത്. നമ്മൾ പോണം നേപ്പാളില്. നേപ്പാളിലാ? നേപ്പാള് കാഠ്മണ്ഡു ഡാൻസ് ബാർ പൊളിക്കും. ഈ സംഭവം പൊളിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നമ്മള് നേപ്പാളിൽ അവൻ ഇവിടെ പോയി തപ്പും. എടാ അത് നമുക്ക് കണ്ടുപിടിക്കാം. അവന്റെ ഫോട്ടോ ഇല്ലേ? പേരറിയാൻ പാടില്ലേ? നമ്മക്ക് പോകാന്ന്. എടാ കൊച്ചു കള്ള, എടാ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകോട്ടാ. നീ ഇത് പിടിക്ക്. ഒരു പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ. അതെ, നിനക്ക് ഹിന്ദി അറിയാല. എനിക്ക് ഹിന്ദി ഇംഗ്ലീഷും അറിയാം. പിന്നെ 100 കണക്കിന് ടൂറുകൾ പോയി തഴക്കവും പഴക്കവും തഴമ്പും വന്ന ഞാൻ കൂടെയുള്ളപ്പോൾ ഭയം എന്തിന് ബാഹു? എടാ 30 ദിവസത്തിനുള്ളിൽ ലോട്ടറി സബ്മിറ്റ് ചെയ്താൽ ഈ പ്രൈസ് മണി കിട്ടൂല. എന്തിനാ 30 ദിവസം? ഒരു മിനിറ്റ്. എവിടെ? നേപ്പാൾ എന്ന് പറഞ്ഞാൽ നേപ്പാൾ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞ 30 ദിവസം എന്തിനാണ്? 30 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ഞാൻ ഉറപ്പായിരുന്നു. എടാ വേറെയും പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ പോകാനുള്ള കാശ് വേണ്ടേ? 5ന്റെ പൈസ കയ്യിലില്ല. ആകെയുള്ള നുള്ളിപ്പറിക്കിട്ടാണ് നീ ആ സാധനം വാങ്ങിയത്. പോകാനുള്ള കാശ് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ആ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നേനെ. എടാ വാകേറിയ ദൈവം സ്റ്റിച്ചിട്ട് തരാതിരിക്കൂല. അല്ല, എര തരാതിരിക്കൂല. വഴിയുണ്ടാകും. അലക്സാണ്ടർ. അവൻ്റെ കാശ് മേടിച്ചോട്ട് വേടാ. ശരി മുതലാളി. ആ നീയായിരുന്ന പണിയെടുക്കടാ. ഹൗസോ ഹൗസോ എവറാ എന്റെ മുതലാളി? അവിടെ എങ്ങനെ കാണും? ഇറങ്ങി വാടാ ഹൗസോ. നീയായിരുന്ന? എന്താടാ ഒരു പുച്ഛം? എന്തിനാടാ പാവം കോഴികളെ പേടിപ്പിക്കണ്? കോഴികളെ മാത്രല്ല അന്നെയും പേടിപ്പിക്കാനാ വന്ന്. വേണ്ടി വന്നാ തീർക്കാനും. എന്താ തീർക്കടാ? തീർക്ക്. അവൻ്റെ കാശുണ്ടായിരുന്നപ്പോ അവൻ എനിക്ക് തന്ന്. എൻ്റെ കാശുണ്ടായ ഞാൻ തിരിച്ചു കൊടുക്കും. അത് എവിടുത്തെ മര്യാദയാണോ? എന്റെ മൊലാളിന്റെ അടുത്ത് പൈസ ഇറന്ന് വാങ്ങിയപ്പോ എന്താ പറഞ്ഞ്? ക്രിസ്മസ് ആണ്, 2 ലോഡ് കോഴി ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും. അത് കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചു തരാന്ന്. എന്നിട്ട് 5 മാസമായി. എന്നിട്ട് ചറ്റവർത്താനം പറയണ പന്നിയെ. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തരും. എപ്പ തരും? കാശാവുമ്പോ തരും. നീ പോയാ കടൽ കൊള്ളക്കാരനോട് പറഞ്ഞേക്കടാ. കൊളക്കോഴി കൊളക്കോഴി നിങ്ങളെ വാപ്പ. പോടാ. ഓറ്റൊന്ന് വേണ അളിഞ്ഞ ചാടി നടന്നവനാ. എടാ നാറി, നീ കൂട്ടിക്കിടക്കണ കോഴീനെ പിടിച്ചേ കഴുത്ത് കടിച്ച് ഈ പാട്ടറായിട്ട് പിടപ്പിക്കണ പോലെ നിന്നെ നിന്റെ വീട്ടിൽ കയറി കുരക്കിന് പിടിച്ചിട്ട് മൊനമ്മ കിടപ്പുറത്തുകൊണ്ട് കഴുത്തി വെച്ച് പൊട്ടിക്കും ഞാൻ. അറിയൂടാ? മുട്ടിന്റെ ചേട്ടയ്ക്ക് നോക്കി പൊട്ടിക്കും മൊലാളി. പൊട്ടിക്ക്. ശരിക്കും പൊട്ടിക്കും. ആ കണ്ട കാശ് ഇപ്പൊ വരും. നീ നോക്കിക്കോ. കാശ് വരും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരൂല. നീയൊക്കെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ആ ഇല്ല, ഒരിക്കലും ഇല്ല. അതെ. ഇത് കണ്ടോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണിത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ നീ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഇന്നടാ ഫോട്ടോ സാറ്റ് കൊണ്ടായി വായിക്കടാ. ഒറിജിനല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മുതലാളി ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. ഇയാളെങ്ങനെ ആത്മഹത്യ ചെയ്താ മുതലാളി അകത്താവും. കുബേരക്കുള്ള സമയ. തൽക്കാലം 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്ത് മുങ്ങ. നാളെ 10 മണിക്ക് ഇവൻ വരും. തീർത്തേക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നാളത്തേക്ക് ബാക്കി ഉണ്ടാവോ? മുതലാളി ഇന്ന് വണ്ടി ഞാൻ ഓടിക്കട്ടെ. സ്റ്റിയറിംഗ് തൊട്ട കൊല്ലും ഞാൻ. ഡോറ് തുറക്കടാ.
കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വന്ന ബോട്ട് കൊച്ചിയിലെടുത്തപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ച ഞാൻ തിരിച്ചു കയറാൻ നോക്കിയപ്പോൾ 10-250 ബോട്ടിൻ്റെ ഇടയിൽ ഞാൻ വന്ന ബോട്ട് ഏതാണെന്ന് മനസ്സിലാവാതെ പകച്ചു നിന്നു. അപ്പം മുതലാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡ്രൈവിംഗ് അറിയെങ്കിൽ കൂടെ കുടിക്കുമെന്ന്. മുതലാളി അന്ന് മുതൽ മുതലാളിൻ്റെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റയറിംഗ് ഒന്ന് തൊടാൻ മുതലാളിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഒരു സമയമുണ്ടാ. എനിക്കുണ്ട് മുതലാളി ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കാൻ ആഗ്രഹം. ആശയ്ക്ക് ഒരാളെ വേണം ജാക്സാ. പറഞ്ഞപ്പാ ഇവനോ എന്താ ഉടായ്പായിട്ട് വരിക? എന്താണ്ടാ പീറ്ററെ, ഇന്ന് ടൂറൊന്നും പോയില്ലേ? ഒരു മുട്ടൻ ടൂറുള്ള പുറപ്പാടിലാണ് ഞങ്ങള്. പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് വട്ടം ചുറ്റുന്ന പൊക്കൂടെ? പരിഞ്ഞപ്പനെ കാണാമെന്നാണ് പരിഞ്ഞപ്പ. എന്നെ ആ എഞ്ചിന് ഇത് ബേബി, നമ്മുടെ ദേവസ്യാൻ കോ ലോട്ടറിക്ക് നടത്തണ. ബേബിനെ പിന്നെ എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനേ ഇവനടിച്ചത് 80 ലക്ഷം രൂപ. പേപ്പറിലൊക്കെ ഉണ്ട്. മുതലാളി പേപ്പർ വായിക്കേ. അലക്സാണ്ടർ ഏട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. കാശ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപദേശം ചോദിക്കാൻ വന്നാണാ? അതും വേണം, അല്ലാണ്ട് എന്ത്? അതല്ല, ചെറിയൊരു പണി കിട്ടി. പണിയാ? എന്ത് പണി? അലക്സാണ്ടർ ഏട്ട എൻ്റെ കടയിലേ ഒരു നേപ്പാളി പണിക്ക് നിൽക്കണ്ടായി. അപ്പോൾ അവൻ അർജന്റായിട്ട് നാട്ടിലേക്ക് പോയി. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ അവൻ കൊണ്ടുപോയി പൊതി മാറിപ്പോയി അല്ലേ? ആ പൊതിയിലായിരുന്നു ഇവന് പ്രൈസ് അടിച്ച ലോട്ടറി ഇരിക്കണത്. അത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകാന്ന് വിചാരിച്ച് നിൽക്കണത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പറഞ്ഞപ്പാ ജസ്റ്റ് അവിടെ തുറന്ന് പോകണം. ഈ പൊതി അവനെ ഏൽപ്പിക്കണം. ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. അവന്റെ അച്ഛനെ അമ്മനെ കാണണം. ചോദിക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. എല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പോയിട്ട് വാ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ശുഭയാത്ര. അതെ പറഞ്ഞപ്പ അങ്ങനെയല്ല ചേട്ടാ, കുറച്ച് കാശ് കടന്നു തരണം. നേപ്പാൾ വരെ പോവാനാ. പക്ഷെ വെറുതെ വേണ്ട, പലിശ തരാം. അല്ലെങ്കിൽ അലക്സാണ്ടർ വെറുതെ ആർക്കും കാശ് കൊടുക്കാറില്ല. നല്ല പലിശ മേടിക്കും. പക്ഷെ ഇത് നടക്കൂല. അയ്യോ അങ്ങനെ പറയല്ലോ പറഞ്ഞപ്പാ. അല്ലെങ്കിൽ പിന്നെ ലോട്ടറി അല്ല, ലോട്ടറി കാശ് കിട്ടി ഉടനെ തിരിച്ചു തരാം. എടാ, ഞാനിപ്പോ അങ്ങനെ ആർക്കും കാശ് കടം കൊടുക്കാറില്ല. കച്ചവടക്കാർക്ക് മാത്രം. അത് ഡെയിലി കളക്ഷൻ, റിസ്ക് ഇല്ല. ഇവനും കച്ചവടക്കാരനാണ്. ലോട്ടറി കച്ചവടം. ലോട്ടറിക്ക് ഒരു കച്ചവടാ. ഇത് ശരിയാകൂലടാ. എനിക്ക് ഇച്ചിരി പിരിവും കൂടെ ഉണ്ട്. ജാക്സാ, ബുക്ക് എടുത്തോ. ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറടാ. പലിശ എത്ര വേണമെങ്കിൽ തരാം. പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. 80 ലക്ഷം കിട്ടാനുള്ളത്. പറഞ്ഞപ്പാ പലിശ എത്ര വേണമെങ്കിൽ തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അങ്ങോട്ട് പോയിട്ട് നാളെ വരാൻ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, മുതലാളി ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പാ. അത്രയ്ക്ക് ആവേശം വേണ്ട, ആലോചിക്കാന്നേ പറഞ്ഞുള്ളൂ. ഇന്ത്യയും കൂടി ഒരു സപ്പോർട്ട് വേണ്ടി വരും. വേണോട്ടാ. നടക്കോടാ, നടക്കും. ഇവൻ മുടക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഏയ്